Oh, hi. Good morning. Hello. Hi there. Hello there. Hey, hey. Hey, hey. നമ്മള് ഇപ്പൊ പറഞ്ഞതെല്ലാം നോർമൽ ആയിട്ടുള്ള ഗ്രീറ്റിംഗ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗ്രീറ്റിംഗ്സ് ആണ്. ഹായ്, ഹൗ ആർ യു, പിന്നെന്താണ് ഹലോ, ഹായ് ദർ എന്നൊക്കെയുള്ളത്. ഇന്ന് ഞാൻ മോർണിംഗിൽ എനിക്ക് ഹൗ ടു ഗോ ടു ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ട്. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് സംസാരിക്കാം. ഇത് ഹോസ്പിറ്റലാണ് കാണുന്നത്. തിരിച്ചു പോവാണ് ഞാൻ. അപ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ 30 ദിവസത്തെ നമ്മുടെ ജേർണി പോകുന്നത് കേട്ടോ. നമുക്കറിയുന്ന കാര്യങ്ങളെ ഒന്ന് മാറ്റിപ്പിടിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഇതിന് പകരം നമുക്ക് ചോദിക്കാം, നമ്മൾ ചോദിക്കും ഹൗ ആർ യു എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഹായ് ദർ എന്ന് പറയും. അതിന് പകരം നമുക്ക് ചോദിക്കാം ഹേ ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, ഹൗ ഈസ് ഇറ്റ് ഗോയിങ് ടുഡേ എന്ന് ചോദിക്കാം. എന്ത് ചോദിക്കുന്നേ? ഹേ ഹൗ ഈസ് ഇറ്റ് ഗോയിങ്, ഹൗ ഈസ് ഇറ്റ് ഗോയിങ് ടുഡേ. മുമ്പിലൊരു വണ്ടിയാണ്, നമുക്കൊരു വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരമായിട്ട് ആൻസറായിട്ട് നമുക്ക് പറയാം ഇറ്റ്സ് ഗോയിങ് ഗുഡ്, പ്രിറ്റി ഗുഡ്, നോട്ട് ബാഡ്, നോട്ട് ടു ബാഡ്. ഇങ്ങനെ പറയാം. എങ്ങനെ പറയാം? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹൗ ഈസ് ഇറ്റ് ഗോയിങ്? പ്രിറ്റി ഗുഡ്, good, not bad, not too bad. ഇങ്ങനെ പറയാവേ. അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾ പഠിച്ചല്ലോ. ഇനി അടുത്തതും ഞാൻ പറഞ്ഞു തരാം. ഇനി നമ്മൾ ചോദിക്കില്ലേ ഹൗ ആർ യു എന്ന് എല്ലാവരോടും നമ്മൾ ചോദിക്കും. അത് നമുക്കൊന്ന് മാറ്റി ചോദിക്കാം, ഹൗ ആർ യു ടുഡേ എന്ന് ചോദിക്കും. ഈ ടുഡേ എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. ഹൗ ആർ യു ടുഡേ. ഇനി നമ്മൾ ചോദിക്കും ഹേ ഹൗ ആർ യു ഡൂയിങ്. അപ്പൊ ഇതിന്റെ എല്ലാം മുമ്പിൽ നമ്മൾ എന്ത് ചേർത്തു? ഹായ് ചേർത്തു. അതാണ് വേറൊരു മാറ്റം എന്ന് പറഞ്ഞത്. ഹായ് ഹൗ ആർ യു ടുഡേ, ഹലോ ഹൗ ആർ യു ഡൂയിങ്. അങ്ങനെ ചോദിക്കണം. അപ്പൊ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ. അതിൻ്റെ ആൻസർ ഇത് തന്നെയാണ്. നമ്മൾ എന്ത് പറയും? പ്രിറ്റി ഗുഡ് എന്ന് പറയും, ഡൂയിങ് വെൽ എന്ന് പറയും, നോട്ട് ബാഡ് എന്ന് പറയും. നമ്മൾ നേരത്തെ ചോദിച്ചത് ഇതെല്ലാം എന്താണ്? ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചോദിക്കാം ഹായ് വാട്ട്സ് ന്യൂ. എന്താ പുതിയത്? എന്താ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ടോ നമ്മൾ ചോദിക്കില്ലേ? ഹായ് വാട്ട്സ് ന്യൂ. അപ്പൊ നമ്മൾ എന്ത് പറയും? നത്തിങ് മച്ച്, നത്തിങ് മച്ച്, എ ഫ്യൂ തിങ്സ്. കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് തന്നെ എ ഫ്യൂ തിങ്സ്. അപ്പൊ നമ്മൾ ചോദിച്ചത് എന്താണ്? ഹായ് വാട്ട്സ് ന്യൂ, വാട്ട്സ് ന്യൂ എന്ന് ചോദിച്ചു. അപ്പൊ ഉത്തരം നമ്മൾ പറയുന്നത് എന്താണ്? ക്ലിയർ ആയോ? ഇനി വേറെ ഒന്ന് രണ്ട് കാര്യം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, തെറ്റ് വരുത്തും. നമ്മളൊക്കെ എപ്പോഴും മെസ്സേജ് അയക്കും ഗുഡ് മോർണിംഗ് എന്നുള്ളത്. തെറ്റല്ല കേട്ടോ. ഈ ഗുഡ് മോർണിംഗിനെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. നമുക്ക് എങ്ങനെ പറയാം? മോർണിംഗ് ഹോപ്പ് യു സ്ലെപ്റ്റ് വെൽ, മോർണിംഗ് ഹോപ്പ് യു സ്ലെപ്റ്റ് വെൽ. നീ നന്നായി ഉറങ്ങി എന്ന് ഞാൻ വിചാരിക്കട്ടെ. മോർണിംഗ് ഹോപ്പ് യു സ്ലെപ്റ്റ് വെൽ, മോർണിംഗ് ഹോപ്പ് യു സ്ലെപ്റ്റ് വെൽ. പിന്നെ നമുക്ക് അവരോട് പറയാം ഗുഡ് ഡേ ടു യു, ഗുഡ് ഡേ ടു യു, ഗുഡ് ഡേ ടു യു. ഇനി അതുപോലെ നമുക്ക് ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഹൗ ഈസ് യുവർ ഈവനിങ് ടുഡേ, ഹൗ ഈസ് യുവർ ഈവനിങ് ടുഡേ, ഹൗ ഈസ് യുവർ ഈവനിങ് ടുഡേ. ഇനി നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ, വാട്സാപ്പ്, വാട്ട്സ് ന്യൂ, ഹൗ ഈസ് ഗോയിങ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. നൈസ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു എന്ന് ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്തെന്ന് പറയണം? നൈസ് ടു മീറ്റ് യു ടു എന്ന് കൂടെ കൂട്ടിച്ചേർക്കണം. നൈസ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു ടു, നൈസ് ടു മീറ്റ് യു ടു എന്നും കൂടെ കൂട്ടിച്ച്. വാട്ട്സ് ഗോയിങ്, ഹേ മാൻ വാട്ട്സപ്പ്. ഇങ്ങനെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീറ്റിംഗ്സ് എന്തൊക്കെയാണ് എന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് എഴുതി തരും. നിങ്ങളത് കേട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഒരു 7-8 മിനിറ്റ് എൻ്റെ ഒപ്പം ചിലവാക്കിയപ്പോൾ നിങ്ങൾക്ക് ഉപകാരമായോ എന്നുള്ളത് പറയുക. കേട്ടപ്പോൾ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ സിമ്പിളായി നിങ്ങൾക്ക് തോന്നിയാ എങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലോണം പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ വലിയ വലിയ ക്ലാസ്സുകളിലോട്ടൊക്കെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇന്ന് 1ാമത്തെ ഡേ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനുണ്ട് എങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യണം, നല്ലോണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുകയാണ് നമുക്ക് ആത്മവിശ്വാസം കൂടാനുള്ള ഒരു എളുപ്പ വഴി കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.